സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് ആഹ്വാനം ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതവും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയായി സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള എല്ലാ കുറവുകളും അവിടുന്ന് ക്ഷമിക്കുമാറാകണം. അങ്ങ് ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അങ്ങ് സംസാരിക്കുന്ന വചനങ്ങൾ കേട്ട് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയം ദൈവമേ അങ്ങ് തുറക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്ക് എന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഈ ഭൂമിയിൽ ഏകദേശം 845 കോടി പരം ജനങ്ങൾ ഉണ്ട്. ഈ ജനങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നിയമമായ രാജ്യത്തിന്റെ ഈ രക്ഷാകര സന്ദേശം കേൾക്കണം എന്നുള്ളത് ദൈവിക നിയമം ആകുന്നു. അവർ കേട്ടിട്ട് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം, അത് അവരവരുടെ ഇഷ്ടം. എന്നാൽ ഈ ദൈവത്തിന്റെ ആത്മരക്ഷയുടെ സാരാംശം സകല മനുഷ്യരും കേൾക്കണം എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ 845 കോടി പരം ജനങ്ങളിൽ നിന്നും ഒരു വിഭാഗം ജനങ്ങൾ വചനം അനുസരിക്കാത്തവരായിട്ട് ഉണ്ട്. അവരെ അതിനുവേണ്ടി നിയമിച്ചിരിക്കുക എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും വചനം കേട്ട് തള്ളിക്കളയും. അത് അവർക്ക് അവസാനം ഒരു കെണിയായി തീരും. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യർ വചനം കേട്ട് അനുസരിക്കാതെ ദൈവത്തിൽ നിന്നും ദൂരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനായി അവരെ വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനത്തിന് ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഒരു മാറ്റവുമില്ല. ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പല വിഷയങ്ങളും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇനിയും സംഭവിക്കേണ്ടത് പലതും ഉണ്ട്. എന്നാൽ ബൈബിളിന്റെ ആകെ തുകയായ മനുഷ്യന്റെ ആത്മരക്ഷയുടെ സന്ദേശം കേട്ട് ഗ്രഹിച്ച് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാനും നിങ്ങളും വചനം അനുസരിക്കാത്തവരുടെ ഗണത്തിലാണോ ഉൾപ്പെട്ടിരിക്കുന്നത്? നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. എത്രയോ നാളുകളായി വചനം കേട്ടിട്ടും അനുസരിക്കാത്തവരുടെ ഗണത്തിൽ അവരെ വെച്ചുമിരിക്കുന്നു എന്ന് വചനത്തിൽ പറയുമ്പോൾ ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടോ, നിങ്ങൾ ഉണ്ടോ? പരിശോധിക്കുക. വചനം അനുസരിക്കാത്തവരുടെ ലിസ്റ്റിലാണ് നാം ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുകയാണ്. മകനെ, മകളെ, നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ നീയും സ്വന്തമാക്കിക്കൊള്ളുക. നിനക്കുള്ള ആ മഹാഭാഗ്യം നീ അറിഞ്ഞ് ഗ്രഹിച്ച് അനുസരിച്ചിരുന്നുവെങ്കിൽ ഇതാ ദൈവാത്മാവ് നിന്റെ ഹൃദയത്തോട് വ്യക്തമായി സംസാരിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സങ്കേതം യാകെ നിന്റെ പീഠങ്ങൾ നീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിന്നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിന്നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. ദൈവമേ, വചനം അനുസരിക്കാത്തവരെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നങ്ങളുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. വചനം അനുസരിക്കാത്തവരുടെ ലിസ്റ്റിൽ ഞങ്ങളെ അവിടുന്ന് ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേട്ട് ഗ്രഹിച്ച് അനുസരിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കൃപ കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലുള്ള മത്സര മനോഭാവത്തെ അവിടുന്ന് അകറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയം നല്ല നിലത്ത് വീണ വിത്ത് പോലെ വചനം കേട്ട് അനുസരിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം. ഈ സന്ദേശം ശ്രമിച്ച എല്ലാ വ്യക്തി ജീവിതങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദയതോ നീ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ആമേൻ. ഹല്ലേലൂയ.